യുവനടി നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിലാണ്. രഞ്ജിത്തിനെ 14 ദിവസത്തേക്കാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. രഞ്ജിത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നിരവധി ശത്രുക്കളുണ്ടെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും പ്രതിഭാഗം വാദിച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. സംവിധായകൻ രഞ്ജിത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സംഭവം നടന്നത് ജനുവരി 30-നാണ്. പുതുമുഖങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഫോർട്ട് കൊച്ചിയിൽ നടക്കുകയായിരുന്നു. യുവനടിയുടെ പരാതി പ്രകാരം കാരവനിലേക്ക് നടിയെ വിളിപ്പിച്ചത് രഞ്ജിത്താണ്. അതിനുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് രഞ്ജിത്ത് ശ്രമിച്ചു. തടയാൻ ശ്രമിച്ചിട്ടും രഞ്ജിത്ത് പിന്മാറിയില്ല. നിവൃത്തിയില്ലാതെ കാരവനിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു. ഇതിന് സെറ്റിലുണ്ടായിരുന്നവർ സാക്ഷികളാണെന്നും യുവനടിയുടെ പരാതിയിൽ പറയുന്നു. ആദ്യം ICCയെ സമീപിച്ച യുവനടി കഴിഞ്ഞ ദിവസം പോലീസിൽ രേഖാമൂലം പരാതി നൽകി. പിറ്റേന്ന് തന്നെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ച് യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. അന്ന് സെറ്റിലുണ്ടായിരുന്നവരുടെ മൊഴിയെടുത്തു. മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം തെളിവുകൾ ശേഖരിച്ചു. ഇതിന് പിന്നാലെയാണ് കോട്ടയത്തെ സെറ്റിലുള്ള രഞ്ജിത്തിനെ അവിടെ എത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. എന്നാൽ അവിടെ നിന്ന് കടക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചു. തൊടുപുഴയ്ക്ക് സമീപത്ത് വെച്ച് നാടകീയമായി പിന്തുടർന്ന് പോലീസ് രഞ്ജിത്തിനെ പിടികൂടി. പിന്നാലെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം രാവിലെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഞ്ജിത്തിനെ ഹാജരാക്കി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തത്. കള്ളക്കേസാണെന്നും എല്ലാം തെളിയുമെന്നുമാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്. അറിയില്ല, നോക്കാം, അന്വേഷിക്കേണ്ടോ. രഞ്ജിത്തിനായുള്ള പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ചയാണ് കോടതി പരിഗണിക്കുക. രഞ്ജിത്ത് നൽകിയ ജാമ്യാപേക്ഷ അതിനുശേഷമാകും കോടതി എടുക്കുക. രഞ്ജിത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. നിരവധി ശത്രുക്കളുണ്ടെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ യുവനടി നേരിട്ട മാനസിക സംഘർഷങ്ങൾ കൊച്ചി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചു. ഗുരുതുല്യനായ ആളിൽ നിന്നുണ്ടായ അതിക്രമത്തിൽ യുവനടി ട്രോമയിലായിരുന്നു. സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് വിമുക്തയായില്ല. ആവശ്യമായ സൈക്യാട്രിക് ചികിത്സ ലഭ്യമാക്കി. തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നും കൊച്ചി പോലീസ് കമ്മീഷണർ ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ, എസ്പെഷ്യലി അവർ ഒരു വർക്കിംഗ് പ്ലേസിലെയാണ് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ജോലി ചെയ്യக்கூடிய ഒരു ഗുരു പോലെ കാണக்கூடிய ആളാണ് അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സ്ഥലത്തിലുണ്ടാകുന്ന യാതൊരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ല അലിഗേഷൻ. പിന്നെ നമുക്കുള്ള നിലവിലുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അറസ്റ്റോട് മുൻപോട്ട് പോയിട്ടുണ്ട്. പരാതി നൽകാതിരിക്കാൻ നടിയെ സമ്മർദ്ദത്തിലാക്കിയോ എന്നതടക്കം പരിശോധിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന DCP അശ്വതി ജിജി അറിയിച്ചു. പരാതിക്കാരി പറഞ്ഞ എല്ലാ സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും അശ്വതി ജിജി പറഞ്ഞു. നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അറസ്റ്റിലായതിനു പിന്നാലെ ഫെഫ്കയിൽ നിന്ന് രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിയമപരമായ ഒരു തീർപ്പുണ്ടാകുന്നവരെ നമ്മൾ അംഗത്വത്തിൽ നിന്ന് ആ അംഗത്തെ മാറ്റി നിർത്തും. അപ്പോൾ അത്തരം ഒരു നടപടി വേണമെന്ന് ഞാൻ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ തീരുമാനം വരുന്നവരെ അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തും. കേസന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മറ്റ് അന്വേഷണ വിവരങ്ങൾ തനിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്താണ് പരാതി എന്നൊക്കെയുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വായിച്ചു അങ്ങനെയാണെന്നുള്ളത്. ഏതായാലും ആ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വേറെ പരാതിയൊന്നും വന്നിട്ടില്ല. ആ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ നല്ല നിലക്ക് നടപടികൾ നീങ്ങുന്നുണ്ട് എന്നാണ് കാണുന്നത്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ മേഖലയ്ക്ക് നൽകിയ സംഭാവന പരിഗണിച്ചാണ് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്കിയതെന്നും സജി പറഞ്ഞു. ഒരു സംരക്ഷണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ശരിയായ നിലപാട് തന്നെയാണ്. അന്നും ഏരിയയോടൊപ്പമുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. രഞ്ജിത്തിനെതിരായ മൂന്നാമത്തെ ലൈംഗിക കേസാണിത്. ബംഗാളി നടി നൽകിയ കേസ് കേരള ഹൈക്കോടതിയും കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ കേസ് ബാംഗ്ലൂർ ഹൈക്കോടതിയും റദ്ദാക്കിയിരുന്നു. സംഭവം നടന്ന് വർഷങ്ങൾക്ക് ശേഷം വന്ന പരാതി എന്നതായിരുന്നു കേസ് തള്ളാനുള്ള കാരണം. എന്നാൽ ഇത്തവണ അത്തരമൊരു പഴുതില്ല. ന്യൂസ് മലയാളം, കൊച്ചി.